വയനാട് മേപ്പാടിയിൽ കാട്ടാനയാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രതിരോധ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. പ്രദേശത്ത് ഫെൻസിംഗ് നിർമ്മാണം ആരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ കൂടുതൽ നിരീക്ഷണ ക്യാമറകളും പട്രോളിംഗും ഏർപ്പെടുത്തും. മരിച്ച ജെസ്സിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, നടപടികളെല്ലാം വേഗത്തിലാക്കിയേ പറ്റൂ. കാരണം കഴിഞ്ഞ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടിട്ടുള്ളതും ഈ വിഷയമായിരുന്നു. കാരണം എന്തായിരുന്നു നടപടികൾ എടുത്തിട്ടുള്ളതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പുതിയ സർക്കാർ എങ്ങനെയൊക്കെ ആയിരിക്കും വേഗത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുക എന്നാണ് അറിയേണ്ടത്. ശ്രുതി, തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല മനുഷ്യ വന്യജീവി പ്രശ്നം എന്ന് പറയുന്നത്. ദീർഘനാളത്തേക്കുള്ള പദ്ധതി തയ്യാറാക്കി ശാശ്വത പരിഹാരം കാണുകയാണ് വേണ്ടത്. അതിൽ ഫെൻസിംഗ് ഉൾപ്പെടെ ഇവിടെ നിർമ്മിക്കാമെന്ന വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. പെട്ടെന്ന് നിർമ്മിക്കാനും കഴിയില്ല. പക്ഷേ വേഗത്തിൽ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് വനംവകുപ്പിന് സാധിക്കുക മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ധനസഹായം 14 ലക്ഷം രൂപയാണ് നൽകേണ്ടത്. അതിൽ ആദ്യ ഗഡു 5 ലക്ഷം രൂപ ഇന്ന് നൽകുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാത്രിയും പകലും വനപാലകർ അവിടെ പെട്രോളിംഗ് ശക്തമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പുത്തുമല സ്വദേശി ജെസ്സിയാണ് ഇന്നലെ ഭർത്താവിനൊപ്പം ജോലിക്ക് പോകുമ്പോൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാട്ടാന ആക്രമിക്കുന്നത്. സ്കൂട്ടർ നിർത്തി ഇരുവരും ഇറങ്ങി ഓടിയെങ്കിലും ജെസ്സിയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. വലിയ ജനകീയ രോഷം ആ മേഖലയിലുണ്ട്. കാരണം വന്യമൃഗശല്യം രൂക്ഷമായ മേഖലയാണ്. സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇതിനു മുൻപും പരാതികൾ വന്നതാണ്. ഇതിനു മുൻപും ആനശല്യം ഉണ്ടായിരുന്ന മേഖലയാണ്. മേപ്പാടി പഞ്ചായത്തിന്റെ മേഖലയാണ്. വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വേണ്ട നിരീക്ഷണങ്ങൾ, അതായത് RRT സംഘമൊക്കെ തന്നെ എത്തുന്നുണ്ടെങ്കിലും കാട്ടാന യഥേഷ്ടം നാട്ടിലേക്ക് ഇറങ്ങിയ ആളുകളെ ആക്രമിക്കുന്ന രീതിയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനാതിർത്തികളിൽ സുരക്ഷാ വേലികൾ തീർക്കണമെന്ന ആവശ്യം ദീർഘനാളായുണ്ട്. പക്ഷേ ആ ജോലികൾ പല സ്ഥലത്തും തീർന്നിട്ടില്ല. സുരക്ഷാ വേലികൾ, ഫെൻസിംഗ് ഉൾപ്പെടെ നിർമ്മിക്കുന്ന ജോലികൾ ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഈ വനാതിർത്തികൾ സ്ഥാപിച്ച് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ശാശ്വതമായി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതുതന്നെ പുതിയ സർക്കാർ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ 10 വർഷക്കാലം UDF ഉന്നയിച്ചതും അതുതന്നെയാണ്. ഈ വന്യമൃഗശല്യം, വന്യമൃഗ ആക്രമണം തടയാൻ സർക്കാർ സാധിച്ചിട്ടില്ല എന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ മലയോര മേഖലയിൽ വലിയ രീതിയിൽ പ്രചാരണം നടത്തിയതാണ് UDF. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക, എങ്ങനെയാണിത് പരിഹരിക്കുക, ദീർഘനാളത്തേക്ക് ഇതിന് എങ്ങനെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ ജെസ്സി ആക്രമിച്ച കാട്ടാനയെ വെടിവെച്ച് പിടികൂടണം, മയക്കി വെച്ച് പിടികൂടണമെന്ന ആവശ്യം നാട്ടുകാർ ഇന്നലെ മുന്നോട്ട് വെച്ചിരുന്നു. ആ നടപടി സ്വീകരിക്കാമെന്ന് കൽപ്പറ്റ DF ഉറപ്പ് നൽകിയിരുന്നു. ഈ ആനയെ വനപാലകർ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ രാത്രിയും പകലും വനപാലകരുടെ RRT സംഘം നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, തീർച്ചയായിട്ടും എന്തായാലും ജനങ്ങളുടെ ജീവനും ജീവനോപാധിയും വെച്ചുള്ള കളിയാണ്. അത് കൃത്യമായിട്ടുള്ള നടപടി, അത് ഏത് സർക്കാർ വന്നാലും കൃത്യമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.